ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ പാടെയുള്ളൊരു മന്ദതയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇതാ ഫ്രണ്ടിൽ ഒരു കിളി തെക്ക് വടക്ക് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ അത് ഇവിടെ ഇങ്ങനെ കൂട് കൂട്ടുന്നതായിട്ട് കണ്ടതാണ്. ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ, കിളിക്ക് ഉണ്ടാക്കിയ കൂട് ഇഷ്ടപ്പെടാത്ത കാരണം കൊണ്ട് അതൊക്കെ തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് വേറെ ഉണ്ടാക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അതിങ്ങനെ പറക്കുന്നു, നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു വരുന്നു അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വേര് മുളച്ചാലോ എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കി. അപ്പോൾ അമ്മ അടുക്കളയിൽ അപാര പണിയിലാണ്. എന്നാൽ പിന്നെ ഒന്ന് സഹായിച്ചേക്കാം എന്ന് വെച്ചു. സാധാരണ അമ്മ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലുന്ന കണ്ട നീ ഒന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇത്തിരി സ്ലോ ആണ്. അമ്മയാണെങ്കിൽ നല്ല സ്പീഡിൻ്റെ ആളാണ്. നല്ല ജെറ്റ് പോലെ പാഞ്ഞിട്ടാണ് പണികളൊക്കെ എടുക്കുന്നത്. അപ്പം ഞാനിതൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്കും അമ്മേരെ 2 കറി വെന്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ എന്നെ അധികം അനുവദിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴല്ലേ നമ്മൾക്ക് ഇങ്ങനെ ഒരു റെസ്റ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് കൂടി ആയിരിക്കാം അമ്മ അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ അമ്മേനെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അതിനൊക്കെ ഹെൽപ്പ് ചെയ്തു. അന്നത്തെ ദിവസം രാവിലെ നമുക്ക് പുട്ടായിരുന്നു. അപ്പോൾ അമ്മ അതേ കുറ്റി നിറച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് വേവിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ കയറ്റിയിട്ട് ആവി കൊള്ളിച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇങ്ങനെ ഓരോരോ കുറ്റി നിറച്ച് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എനിക്കതായിട്ട് എളുപ്പം അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിന് കുറേ സമയമെടുക്കും. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും ഒരു സമയമേ അല്ല കേട്ടോ. എൻ്റെ ഒരു രീതിയല്ല അമ്മയ്ക്ക്. അമ്മ ഞാൻ പറഞ്ഞില്ലേ ജെറ്റ് പായുന്ന പോലെയാണ്. എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മുടെ പോലെ ഒരു ആലസ്യമൊന്നും ഒന്നിനും ഉണ്ടായിരിക്കില്ല അല്ലേ എന്ന് കരുതി എനിക്ക് സ്പീഡിൽ എന്നല്ല കേട്ടോ. ഞാൻ രാവിലെ പണിയൊക്കെ കഴിക്കും. പക്ഷെ അമ്മയുടെ രീതി വേറെയാണ്, എൻ്റെ രീതി വേറെയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ കഴിഞ്ഞ ദിവസം നല്ല കടച്ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കഴിഞ്ഞ് ഇഷ്ടമാണ് പിക്കൂന് കടച്ചക്കേനെ ശീമച്ചക്ക എന്നും പറയുന്നത് തോന്നുന്നു അല്ലേ. അപ്പോൾ അച്ഛൻ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതിന് ഭയങ്കര വിലയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കിട്ടാത്ത സമയം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും കിട്ടിയത് കൊണ്ട് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒരു ഉപ്പേരി ആക്കാമെന്ന് പറഞ്ഞിട്ട് അതും ഞങ്ങൾ നിന്ന് അരിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നു എന്ന് മാത്രം. ഞാനൊന്നല്ല കൂടുതൽ ജോലി എടുക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ശരത്തേനൊരു ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിട്ട് കൊടുക്കും. ചായയല്ല, കാപ്പിയായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കടച്ചക്ക നല്ല ഭംഗിയിൽ അരിഞ്ഞ് അമ്മ വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുക്കറിൽ അടിക്കുകയല്ല ചെയ്യുന്നത്. ചില ചക്കകൾ പെട്ടെന്ന് വേവും. അപ്പോൾ കുക്കറിൽ അടിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് നല്ല ഐഡിയ ആണെന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത് കേട്ടോ. ഞാനാണെങ്കിൽ ഒറ്റ വിസിൽ കുക്കറിൽ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരത്തേട്ടൻ താഴെ ഇറങ്ങി വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ആക്ച്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരത്തേട്ടനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. ശരത്തേട്ടൻ എണീറ്റ് വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അപ്പോഴത്തേക്കും കുട്ടികളും എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും അവസാനം കഴിക്കുന്ന ആളാണ് അമ്മ. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ കഴിക്കുകയുള്ളൂ. അങ്ങനെ ഒന്നിച്ച് എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് കഴിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ശരത്തേട്ടനും ഉണ്ടെങ്കിൽ രാവിലെ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് എത്ര പണിയുണ്ടെങ്കിലും ശരത്തേട്ടൻ പറയാം അതൊക്കെ അവിടെ ഇട്, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ, കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പണിയൊക്കെ മതി എന്ന് കേട്ടോ. അത് വേറൊരു തരമാണ്. ഞാൻ ആലോചിക്കായിരുന്നു അമ്മയൊക്കെ പാവല്ലേ, എന്തിനാണല്ലേ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഇപ്പോൾ പിന്നെ അമ്മയ്ക്കൊരു കൂട്ടുണ്ട്, എൻ്റെ ചേച്ചി, അവരായിരിക്കും ലാസ്റ്റ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ കഥയും കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഒരു മണിനാദം കേട്ടായിരുന്നു. അതേ കണ്ടു നോക്കിയേ. നല്ല കുട്ടിയാണല്ലേ. കുഞ്ഞ ബേബിയാ എവിടേക്കോ പറപ്പുറപ്പാടിന് പോകുന്ന പോക്കാണ് കേട്ടോ. കുണുങ്ങി നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞാന. അപ്പോൾ അങ്ങനെ അത് പോയി. ഞാനും ശരത്തേട്ടനും കഴിക്കാനിരിക്കുന്ന സമയത്തായിരുന്നു താനക്കുട്ടിയൊക്കെ ഉണർന്നിട്ട് എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ രാത്രി എല്ലാവരും ഒന്നിച്ചാണ് കിടപ്പൊക്കെ. ചേട്ടൻ്റെ മക്കളും എൻ്റെ മക്കളും എല്ലാവരും എണീറ്റ് വരുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ താനക്കുട്ടി എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ന് അവൾക്ക് പുട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പുട്ടായ കാരണം കൊണ്ട് അവൾക്ക് കഴിക്കാൻ ഇച്ചിരി മടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വാരി കൊടുത്തതാണ് കേട്ടോ.
പിക്കു ആണെങ്കിൽ ഉറക്കക്ഷീണം മാറാണ്ട് ദേ സോഫയിൽ ചടഞ്ഞുകൂടി ഇരിപ്പുണ്ടായിരുന്നു. ഇത് കഴിയുമ്പോൾ ഇനി അവനും കൊടുക്കണം. അപ്പോൾ അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല. ഉച്ചയായപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ കടച്ചക്ക ഉപ്പേരിയും അച്ചാറും ഒക്കെ ആയിട്ട് ഇതേ പിക്കുമോൻ എടുത്ത ചോറാണ് കേട്ടോ. അപ്പോൾ അവന് ഇന്ന് വാരിക്കൊടുക്കണം എന്നൊരാശ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാനും തരുക്കുട്ടിയും കൂടിയിട്ട് എൻ്റെ തറവാട്ടമ്പലം വരെ ഒന്ന് പോകാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അമ്പലത്തിലൊന്നും പോകേണ്ട കാരണം കൊണ്ട്. നാട്ടിൽ വരുമ്പോൾ മാത്രമല്ല എനിക്ക് തറവാട്ടമ്പലത്തിലൊക്കെ ഒന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാ തവണയും വന്നു കഴിഞ്ഞാൽ അവിടെ പോയി തൊഴുത് വരാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നുകുട്ടിക്ക് അമ്പലത്തിലൊക്കെ വരാനായിട്ട് നല്ല ഇഷ്ടമാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, 2 അടി അങ്ങ് മുന്നോട്ട് നടന്നാൽ മതി. ഐനിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്വന്തം തറവാടിൻ്റെ അമ്പലമാണ് കേട്ടോ. നമുക്ക് നാട്ടിലൊക്കെ വരുമ്പോൾ എല്ലാ അമ്പലങ്ങളിലൊന്നും പോകാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്നൊന്നും വരില്ല കേട്ടോ. പക്ഷേ തറവാട്ടമ്പലത്തിൽ വന്ന് തൊഴും, അത് ഞാൻ മുടക്കാറില്ല. അങ്ങനെ എനിക്കെന്തോ ഒരു വിശ്വാസമാണ് കേട്ടോ. കാരണം നമ്മളങ്ങനെ പറഞ്ഞൊക്കെ കേട്ടിട്ടില്ലേ, മറ്റെവിടെ പോകുന്നതിനേക്കഴിഞ്ഞും ഒരു നേരം നമ്മുടെ തറവാട്ടമ്പലത്തിൽ വന്ന് തൊഴുതിട്ടുണ്ടെങ്കിൽ അതിന് മേലെയുള്ള അനുഗ്രഹം വേറെ ഇല്ല എന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ അവിടെ പോയി തൊഴാറുണ്ട്. അങ്ങനെ തൊഴുത് വീട്ടിലേക്ക് തിരിച്ചെത്തി എന്നിട്ടാണ് ഞാൻ ചായയൊക്കെ കുടിച്ചത് കേട്ടോ. നാട്ടിൽ വന്നതിന് ശേഷം ചായ കൂടിയും കാപ്പിക്കൂടിയൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെങ്ങനെ കഴിക്കുകയെ കുടിക്കുകയെ എന്നൊക്കെ നിർബന്ധിക്കാനൊക്കെ ചുറ്റിനും ആൾക്കാരുണ്ടായിരിക്കും, കൊണ്ടുവന്ന് തരാൻ ആളുണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വേണ്ടാന്നൊന്നും വെച്ചിട്ടില്ല, എല്ലാം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പോർഷൻ കൺട്രോൾ ചെയ്തിട്ടേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ശരത്തേണ്ണും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞ സമയം മറ്റാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആ വലിയ ബഹളം കാര്യങ്ങളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ പന്തലഴിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. ഓരോരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് അഴിച്ചു തുടങ്ങി എന്ന് തോന്നുന്നു. ലൈറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്നാലും ആ ഒരു ഓളം അങ്ങ് വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു എല്ലാവർക്കും. ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ തൃശ്ശൂർക്കാർക്ക് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ തൃശ്ശൂർ പൂരം തന്നെയായിരിക്കും. പിന്നെ ഓണം ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. മിക്കപ്പോഴും ഞാൻ ഓണത്തിനൊന്നും നാട്ടിൽ വരാറില്ല. ഈ സമ്മർ വെക്കേഷനൊക്കെ തന്നെയാണ് നാട്ടിലോട്ടുള്ള വരവ്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കല്യാണമോ വിശേഷം ഒഴിച്ചു കൂടാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, അപ്പോൾ മാത്രമേ ഞാൻ വരാറുള്ളൂ കേട്ടോ. ഇത്തവണ മോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അല്ലെങ്കിൽ ഈ ഒരു കൊടും ചൂടിൽ ഞാൻ ഒരിക്കലും നാട്ടിൽ വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നല്ലോ നടക്കുന്നത്. അപ്പം അങ്ങനെ വന്ന് പോയതാണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും സന്തോഷത്തോടെ തൃശ്ശൂർ പൂരമൊക്കെ കൂടാനൊക്കെ പറ്റി. മോള് ഇതെൻ്റെ അമ്മ വീടാണ് കേട്ടോ. എൻ്റെ അമ്മമ്മയാണ്, എൻ്റെ അമ്മയുടെ അമ്മയാണ് ആ ഇരിക്കുന്നത്. അമ്മമ്മയ്ക്ക് ഇപ്പം അങ്ങനെ ഓർമ്മയൊന്നുമില്ല, ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. ഞങ്ങളെ തന്നെ ചിലപ്പോഴൊക്കെ തിരിച്ചറിയാറില്ല കേട്ടോ. പിന്നെ അങ്ങനെ പറയുമ്പോഴൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലാവുന്നത്, ഓർക്കുന്നതൊക്കെ. അപ്പോൾ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ അമ്മമ്മേനെ വന്ന് കാണും. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഒത്തിരി കൊണ്ടുപോയി നോക്കിയിട്ടുള്ളതാണ്. ആഴ്ചയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളെ മക്കളെയൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന ഒരാളായിരുന്നു കേട്ടോ. ആ ആളാണ് ഇപ്പോൾ അങ്ങനെ ആരെയും തിരിച്ചറിയാണ്ടൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. ഭയങ്കര വിഷമമാണ് കേട്ടോ ഓർക്കുമ്പോൾ. അപ്പോൾ ഞാൻ തിരിച്ചു പോരുകയാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ, +2-ന്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോരുന്ന വഴിയിൽ കാർത്തിയാനി അമ്പലം കണ്ടു. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലൈറ്റിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. 1-2 ദിവസത്തിനുള്ളിലൊക്കെ എല്ലാം തീർക്കുമായിരിക്കും. എന്നാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് കാർത്തിയാനി ക്ഷേത്രം. ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എൻ്റെ അമ്മമ്മയാണ് കേട്ടോ അതിന് ഇങ്ങോട്ടേക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ കുറേ നാളൊക്കെ മാമൻ്റെ വീട്ടിലൊക്കെ നിന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു +2 ടൈമിൽ. എനിക്ക് സ്കൂൾ അടുത്തായ കാരണം കൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ അവിടെ പോയി നിൽക്കും. അവിടെയും എൻ്റെ വീട്ടിലൊക്കെ ആയിട്ടാണ്, അങ്ങനെയൊക്കെയാണ് +2-നൊക്കെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അമ്പലത്തിൽ. അമ്മമ്മയായിരുന്നു എന്നെ എല്ലായിടത്തേക്കും കൊണ്ട് നടന്നിരുന്നത്. എല്ലാവരുടെ ലൈഫിലും +2 ടൈം എന്നൊക്കെ പറയുന്നത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള നല്ല മെമ്മറീസ് ഒത്തിരി ഉള്ള ഒരു ടൈം ആയിരിക്കില്ലേ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സും നല്ല മെമ്മറീസും ഒക്കെ ഉള്ള ഒരു ടൈമായിരുന്നു. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു മിന്നായം പോലെ ഇങ്ങനെ ഓർത്ത് കേട്ടോ ഞാൻ ആ വഴിക്ക് വന്നപ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ടൗണിലേക്ക് എത്തി.
ഞാൻ വളരെ കുറച്ച് ദിവസം മാത്രമേ ഇത്തവണ തൃശ്ശൂർ നിന്നിട്ടുള്ളൂ കേട്ടോ. കൂടുതലും ശരത്തേൻ്റെ വീട്ടിലായിരുന്നു. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള സമയം കൊണ്ട് ഞാൻ കുറച്ചധികം വീഡിയോസ് എടുക്കുകയും ചെയ്തു. അതൊക്കെയാണ് ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ലാഗ് ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ എല്ലാം ചെയ്യാനായിട്ട്. തിരക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടൗണിൽ കൂടെ അങ്ങനെ കടന്നു പോകുന്നു. എക്സിബിഷൻ ഈ ഒരു അവസാന മാസം വരെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, നിങ്ങളതിൻ്റെ വീഡിയോസും കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇത്തവണത്തെ എക്സിബിഷൻ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ. ഇതിപ്പോൾ തീരാറായിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എന്തായാലും തീരാറായി കാണും. ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ, നമ്മുടെ പാറമേക്കാവ് അമ്പലവും നാട്ടിൽ വന്നാൽ ഒരു വേറെ സന്തോഷമാണ്. നാട്ടിൽ നിന്ന് പോയി ബാംഗ്ലൂർ ആയി കഴിഞ്ഞാൽ അത് വേറൊരു സന്തോഷമാണ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ സ്ഥലത്തും എനിക്ക് ഓരോരോ സന്തോഷങ്ങളാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബാംഗ്ലൂർ സ്ഥിരമായിട്ട് താമസിക്കുന്നതിൻ്റെ സന്തോഷം എനിക്ക് നാട്ടിലുണ്ടാവാറില്ല കേട്ടോ. നാട്ടിൽ വരിക, എല്ലാവരും കാണുക, കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പോവുക, തിരിച്ചു പോവുക, അത്രയൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ. അല്ലാതെ ഒത്തിരി നാൾ നാട്ടിൽ തന്നെ കുറ്റിയടിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. ശരത്തേന് അശേഷം ഇഷ്ടമല്ല. അതുകൊണ്ട് പെട്ടെന്ന് വന്ന് ഞങ്ങൾ പെട്ടെന്ന് കാറ്റ് പോലെ പോവും. അങ്ങനെയാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ അച്ഛൻ എല്ലാവർക്കും KFC വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ. പിള്ളേരെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, KFC ഒക്കെ വല്ലപ്പോഴും എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവർ. അപ്പോൾ അച്ഛൻ വാങ്ങിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഭക്ഷണം കഴിക്കരുതേ എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അമ്മയും അച്ഛനും ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്നതാണ്. അവർ ഇതൊന്നും കഴിക്കില്ല. അച്ഛനമ്മയും എന്ത് ചെയ്യും ഒരുങ്ങി നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു കല്യാണത്തിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പം നാളെയാണ് കല്യാണം. അപ്പോൾ ഇന്ന് തലേ ദിവസവും അതിൻ്റെ കുറച്ച് ഫംഗ്ഷനൊക്കെ ഉണ്ടാവില്ല, പണ്ടത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ കല്യാണമൊക്കെ ഭയങ്കര ആഘോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുന്ന വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് എൻ്റെ ചേട്ടനാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ അച്ഛനും അമ്മയും വന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഇനി ഈ ഒരു സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി KFC ഒക്കെ കഴിച്ചു. അച്ഛനമ്മയും അതൊക്കെ എല്ലാവർക്കും പങ്കുവച്ചൊക്കെ കൊടുക്കുക. അവരുടെ ഒരു സന്തോഷമാണ് അല്ലേ, കൊച്ചുമക്കൾക്ക് ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളും അതിൽ കൂടി. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സിനിമയ്ക്ക് പോകാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി സിനിമയ്ക്ക് പോകാറുണ്ട്. എൻ്റെ അച്ഛൻ അങ്ങനെ വരില്ല കേട്ടോ. അച്ഛമ്മ വീട്ടിലുള്ള കാരണം അച്ഛമ്മേനെ തനിച്ചാക്കിയിട്ട് അച്ഛൻ എവിടേക്കും പോവില്ല രാത്രി. അവരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രായമായിട്ടുള്ള ആൾക്കാരല്ലേ, എപ്പോഴും ഒരാവശ്യം വന്ന് വിളിക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അച്ഛമ്മ ഉണ്ടെങ്കിൽ അച്ഛമ്മനെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛനെ എവിടേക്കും പോവില്ല കേട്ടോ രാത്രി. പിന്നെ അച്ഛൻ്റെ ഒരു ഏജ് വെച്ചിട്ട് ഈ പാതിരാത്രിക്ക് സിനിമയ്ക്ക് വരുന്നതും അച്ഛന് അത്ര സുഖമുള്ള കാര്യമല്ല. ഞങ്ങളീ പോകുന്ന സമയം എത്ര മണിക്കാണെന്ന് അറിയാമോ? 11:15 11:30 മറ്റായിരുന്നു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഒരു 10:30 10:45 സമയത്താണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ലേറ്റ് ആയിട്ടുള്ള സിനിമയ്ക്കാണ്. ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ടിക്കറ്റൊക്കെ കിട്ടാൻ നല്ല പാടായിരുന്നു കേട്ടോ ആ സമയത്ത്. ആകെ ശോഭ സിറ്റിയിൽ മാത്രം, അതും ഈ ഒരു ലേറ്റ് നൈറ്റുള്ള ഷോ മാത്രമേ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നുള്ളൂ. അപ്പോൾ കിട്ടിയ ചാൻസ് കളയണ്ട എന്നും പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. എന്തായാലും ആ സിനിമ കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ വീട്ടിലെല്ലാവരും കൈപ്പൊക്കി, അച്ഛനൊഴികെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തുടരും സിനിമ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു സിനിമ. അതിനിടയ്ക്ക് ശോഭ സിറ്റിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു പഴയ നൈബറിനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവരൊക്കെ ആയിട്ട് സംസാരിക്കുമായിരുന്നു. ഞാനും പോയി സംസാരിച്ചായിരുന്നു കേട്ടോ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് അവരെയൊക്കെ കണ്ടത്. അപ്പോൾ ശരത്തേട്ടൻ ഒരു കോഫി മേടിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടന്നതാണ്. അപ്പോൾ ശരത്തേട്ടനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതാ കണ്ടോ, എല്ലാവരും തിയേറ്ററിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിനിമയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു വരുമായിരുന്നു. ലാലേട്ടനും അടിപൊളിയായിട്ടുണ്ട്. അതിലേറെ ഗംഭീരമായിട്ടാണ് നമ്മുടെ വില്ലൻ റോളിൽ ജോർജ് സാറ് വന്നിരിക്കുന്നത്. അത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് കണ്ടോളൂ. അദ്ദേഹത്തിൻ്റെ ഒരു കിഡിലൻ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. തുടരും സിനിമ ആരും മിസ് ചെയ്യരുത്. കുറേ നാളുകൾക്ക് ശേഷം ലാലേട്ടനെ പഴയ പോലെ കണ്ട ഒരു ചിത്രം കൂടിയാണ് കേട്ടോ തുടരും. അപ്പോൾ എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാട്ടിലെ വ്ളോഗുകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വ്ളോഗിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.